ഈ രംഗത്തെ വിദഗ്ധർ തന്നെ ഈ തമിഴ്നാടിന്റെ നീക്കം അപകടകരമാണ്, ആശങ്കയായി മാറുമെന്നുള്ളത് മുന്നോട്ട് വെക്കുമ്പോൾ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട വർഷങ്ങളായി ഈ ഒരു പോരാട്ടം മുഖത്തുണ്ട്. ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നേരിടാനൊരുങ്ങുന്നത്? ഇപ്പൊ സുഭാഷ് സാറും സതീഷ് സാറും ഒക്കെ വളരെ ശ്രദ്ധേയമായ അഭിപ്രായങ്ങൾ ടെക്നിക്കലായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇപ്പോ ഉള്ള ഈ ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തില് തമിഴ്നാട് ആകെ പേടിച്ച് വിറളി വിളിച്ചിരിക്കുകയാണ്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇപ്പോ മുഖ്യമന്ത്രി ശ്രീ വിജയ് ജലനിരപ്പ് കൂട്ടും എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാടിനെ ആശ്വസിപ്പിക്കുന്നതിന് ഒരു പ്രത്യേകമായ കാരണമുണ്ട്. ഞാൻ കൊടുത്ത കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഈ ഡാം പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി വേറൊന്നും നിങ്ങൾ പറയാനായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഈ ഡാം പൊളിച്ചു നീക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് അവർക്കൊന്നുമില്ല പറയാൻ. അതുകൊണ്ട് നല്ലൊരു ഭയം തട്ടിയിട്ടുണ്ട് ശ്രീ ജോസഫ് വിജയിക്കും തമിഴ്നാട് സർക്കാരിനും. അവര് ഇത്രയും നാളൊക്കെ ജയിച്ചു. ഈ സത്യം ഒരു കാലത്ത് ജയിക്കണമല്ലോ, നീതി ഒരു കാലത്ത് പ്രാബല്യത്തിൽ വരണമല്ലോ, അതിനുള്ള സമയമായി. ഇനിയിപ്പോ സുപ്രീം കോടതിയിൽ വന്ന് എന്തു പറയുമെന്നുള്ള ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള എല്ലാ ജൽപ്പനങ്ങളും. അപ്പോ കോടതി രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ പരിഗണിക്കുന്നുള്ളൂ. ഒന്ന്, ഈ ഡാമിന്റെ പഴക്കം 130 വർഷം പഴക്കമായി. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് 130 വർഷം പഴക്കമായ ഡാം ഇന്നെ വെച്ചുകൊണ്ടിരിക്കണത് മാറ്റി വേറെ ഒരെണ്ണം പണിതുകൂടെ എന്നാണ്. ശരിയല്ലേ? പിന്നെ ഭൂകമ്പം, ഞാൻ 240 ഭൂകമ്പങ്ങളുടെ സകല റെക്കോർഡ്സും ഗവൺമെന്റിൽ നിന്ന് നേടി ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഭൂകമ്പം വന്ന ഡാം അവിടെ നിൽക്കുവോ? ഇല്ലല്ലോ. അത് 1ഉം 2ഉം ഭൂകമ്പമല്ല. ഇപ്പൊ അടുത്ത കാലത്ത് പീച്ചിയിൽ ഭൂകമ്പം ഉണ്ടായല്ലോ, അതൊക്കെ എക്സ്ട്രാ ആണ്. അപ്പൊ ഭൂകമ്പം വന്നാൽ ഒരു ഡാമും അവിടെ നിൽക്കാൻ പോകുന്നില്ല. അപ്പൊ കോടതി ഇപ്പൊ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോ അത് പൊളിച്ചു നീക്കാൻ എന്താ വഴി, അത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പം ഏതാണ്ടെല്ലാം കാര്യങ്ങൾ നേരെ വഴിക്ക് വരുന്നുണ്ട്. ഇനി വേറെ ഒരു ചർച്ചയുടെ ഇവിടെ ആവശ്യമില്ല. ഇനി ഒരു എക്സാമിനേഷൻ മുല്ലപ്പെരിയാർ ഡാമില് 80s നടത്തിയ ഹോളിസ്റ്റിക് എക്സാമിനേഷന്റെ പ്രസക്തി പോയി, സകലതും പോയി. ഇനി എന്താണ്? സൊല്യൂഷൻസ് ധാരാളമുണ്ട്. ഇപ്പൊ തമിഴ്നാടിന് വെള്ളമാണെങ്കിൽ തൊട്ട് പത്തനംതിട്ട ജില്ലയിലുള്ള കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം, ഇടുക്കി ഡാമിൽ നിന്ന് കൊടുക്കാം, ഈവൻ ആലുവപ്പുഴയിൽ നിന്ന് പോലും കൊടുക്കാം. അപ്പൊ സൊല്യൂഷൻസ് ഒത്തിരി ഉണ്ട്. ഇനി ആ ഡാം നമ്മുടെ തലയ്ക്ക് മേലെ നിർത്താൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞ ഉത്തരവാണ് ഈ റീസെന്റ് ആയിട്ട് ഞാൻ കൊടുത്ത കേസിൽ വന്നിട്ടുള്ളത്.